മേഷം രാശിക്കാരെ, ഒന്ന് നിൽക്കൂ. ഈ വീഡിയോ കാണുന്നത് യാദൃശ്ചികമല്ല. ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രം വന്നതാണ്. ഈ നിമിഷം നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഇത് ആകസ്മികമല്ല. ഇത് വിധിയാണ്. ഇത് നിങ്ങളുടെ നക്ഷത്രങ്ങൾ നിങ്ങളെ ഇവിടേക്ക് വലിച്ചു കൊണ്ടുവന്നതാണ്. കാരണം അടുത്ത കുറച്ചു ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു. അത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്നാണ്. അത് നിങ്ങളെ ഞെട്ടിക്കും. അത് നിങ്ങളെ കരയിക്കും. അത് നിങ്ങളെ ചിരിപ്പിക്കും. അത് നിങ്ങളുടെ കണ്ണ് തുറപ്പിക്കും. ആ സൂചനകൾ ഇതിനകം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടില്ല. ഇന്ന് ഞാൻ ആ 7 സൂചനകളും നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിൽ ഒരു സൂചന പോലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. കാരണം ഇത് നിങ്ങളുടെ ഭാഗ്യം തുറക്കാൻ പോകുന്ന നിമിഷമാണ്. മേഷം രാശി. ചൊവ്വ ആധിപത്യമുള്ള ഈ രാശി, അഗ്നിതത്വമുള്ള ഈ രാശി, ഒരിക്കലും തളരാത്ത മനസ്സ് നിങ്ങൾക്കുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലമായി നിങ്ങൾ ഉള്ളിൽ തളർന്നിരുന്നു. ആരോടും പറയാതെ, ആരും കാണാതെ, രാത്രി ഉറക്കമില്ലാതെ കിടന്നിരുന്നു. മനസ്സിൽ ആശങ്കകൾ നിറഞ്ഞിരുന്നു. എന്തു ചെയ്താലും ശരിയാകുന്നില്ല എന്ന് തോന്നിയിരുന്നു. ചിലർക്ക് തൊഴിലിൽ പ്രശ്നങ്ങൾ, ചിലർക്ക് പണത്തിന്റെ ബുദ്ധിമുട്ട്, ചിലർക്ക് ബന്ധങ്ങളിൽ വേദന, ചിലർക്ക് ആരോഗ്യ ആശങ്കകൾ. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. ആ ഇരുട്ട് തീരാൻ പോകുന്നു. ആ കഷ്ടകാലം അവസാനിക്കാൻ പോകുന്നു. കാരണം ആകാശത്ത് ഗ്രഹങ്ങൾ ഇപ്പോൾ ഒരു അത്ഭുതകരമായ നിലയിൽ നിൽക്കുകയാണ്. ഗുരു ഭഗവാൻ, ബൃഹസ്പതി, ജ്ഞാനത്തിന്റെയും ഭാഗ്യത്തിന്റെയും ദേവൻ, അദ്ദേഹം ഇപ്പോൾ ഒരു വളരെ ശക്തമായ സ്ഥാനത്ത് നിൽക്കുകയാണ്. ഈ നില മേഷം രാശിക്കാർക്ക് അത്ര സാധാരണമായി ലഭിക്കുന്ന ഒന്നല്ല. ഇത് ഒരു അപൂർവ സംഭവമാണ്. ഗുരുവിന്റെ ഈ ദൃഷ്ടി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ഉദയം കൊണ്ടുവരും. ഒരു പുതിയ വാതിൽ തുറക്കും. ഒരു പുതിയ അവസരം വരും. അത് ഏത് രൂപത്തിൽ വരും എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ അറിയില്ല. പക്ഷേ അത് വരും. തീർച്ചയായും വരും. ശനി ഭഗവാൻ, കർമ്മഫലദൻ, അദ്ദേഹം ഇപ്പോൾ ഒരു നിർണായക ഘട്ടത്തിലാണ്. ശനിയുടെ ഈ ചലനം മേഷം രാശിക്കാർക്ക് ഒരു വലിയ സന്ദേശം നൽകുകയാണ്. കഷ്ടപ്പെട്ടവർക്ക് ഫലം ലഭിക്കും. നന്മ ചെയ്തവർക്ക് പ്രതിഫലം ലഭിക്കും. ഇതുവരെ നിങ്ങൾ ചെയ്ത അധ്വാനം, ഇതുവരെ നിങ്ങൾ ഒഴുക്കിയ വിയർപ്പ്, ഇതുവരെ നിങ്ങൾ കൊണ്ടുനടന്ന ക്ഷമ, ശനി ഭഗവാൻ ഇതെല്ലാം കണ്ടിട്ടുണ്ട്. അതിന്റെ ഫലം ഇനി നൽകാൻ അദ്ദേഹം തയ്യാറായി നിൽക്കുകയാണ്. രാഹുവും കേതുവും, ഈ 2 ഛായാഗ്രഹങ്ങളും ഇപ്പോൾ ഒരു അത്ഭുതകരമായ ആക്സ് നിലയിലാണ്. രാഹു ഒരു ഭാഗത്ത്, കേതു മറ്റൊരു ഭാഗത്ത്. ഈ ഇരുഗ്രഹങ്ങളുടെ ഊർജം ഒരുമിക്കുമ്പോൾ അത് ഒരു സുനാമി പോലെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരും. ചിലർക്ക് ഇത് ഒരു പ്രതീക്ഷിക്കാത്ത ലഭ്യം ആകും. ചിലർക്ക് ഒരു പ്രതീക്ഷിക്കാത്ത യോഗം ആകും. ചിലർക്ക് ഒരു പ്രതീക്ഷിക്കാത്ത കണ്ടുമുട്ടലാകും. ഈ ഗ്രഹസഞ്ചാരം നിങ്ങൾക്ക് ഒരു കാര്യം വ്യക്തമായി പറയുകയാണ്. ഈ സമയം നിങ്ങൾ ഉണർന്നിരിക്കണം. ഈ സമയം നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. ഈ സമയം നിങ്ങൾ തയ്യാറായിരിക്കണം. കാരണം ഭാഗ്യം ഒരു വാതിൽ മുട്ടും. ആ നിമിഷം നിങ്ങൾ ഉണർന്നിരിക്കണം. ഇനി ഞാൻ ആ 7 സൂചനകൾ പറയാം. ഇതിൽ ഒന്ന് പോലും നിസ്സാരമായി കാണരുത്. 1. നിങ്ങൾക്ക് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഒരു അസ്വസ്ഥത തോന്നുന്നുണ്ടോ? ഒരു കാരണവുമില്ലാതെ ഉള്ളിൽ ഒരു ചലനം, ഒരു ത്രില്ല്, ഒരു പ്രതീക്ഷ. ഇത് ആദ്യ സൂചനയാണ്. ഇത് നിങ്ങളുടെ ആത്മാവ് ഒരു വലിയ മാറ്റത്തിന് ഒരുങ്ങുകയാണ് എന്നതിന്റെ അടയാളമാണ്. ഈ അസ്വസ്ഥത ഭയമല്ല, ഇത് ഒരുക്കമാണ്. ഈ ത്രില്ല് ദുഃഖമല്ല, ഇത് ഒരു പുതിയ ജീവിതം ആരംഭിക്കാൻ പോകുന്നു എന്ന ആഹ്ലാദമാണ്. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം ഉണർന്നു തുടങ്ങിയിരിക്കുന്നു. 2. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിൽ ആരെങ്കിലും നിങ്ങളെ ഓർത്ത് ബന്ധപ്പെട്ടുവോ? കാലങ്ങളായി ബന്ധമില്ലാതിരുന്ന ഒരാൾ, പ്രതീക്ഷിക്കാതിരുന്ന ഒരു ഫോൺ, ഒരു സന്ദേശം, ഒരു കണ്ടുമുട്ടൽ. ഇത് 2ാം സൂചനയാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പഴയ വാതിൽ വീണ്ടും തുറക്കാൻ പോകുന്നു എന്നതിന്റെ അടയാളമാണ്. ആ ബന്ധം ഒരു പക്ഷേ ഒരു വലിയ അവസരം കൊണ്ടുവരും. ആ സ്വരം ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. ഇത് നടന്നിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കൂ, ഇത് ആകസ്മികമല്ല. 3. നിങ്ങൾ രാത്രി ഒരു ദീപ്തമായ സ്വപ്നം കണ്ടോ? ഒരു ദേവസ്ഥലം, ഒരു ദേവൻ, ഒരു ജലം, ഒരു വെളിച്ചം. ഇത് 3ാം സൂചനയാണ്. ആധ്യാത്മിക ലോകം നിങ്ങൾക്ക് ഒരു സന്ദേശം അയക്കുകയാണ്. ദൈവം നിങ്ങളെ ഓർക്കുകയാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഒരു ദൈവിക ശക്തി നിങ്ങൾക്ക് വഴി കാണിക്കുകയാണ്. ഈ സ്വപ്നങ്ങൾ നിസ്സാരമല്ല. ഇത് ഒരു ദൈവിക ഓർമ്മപ്പെടുത്തലാണ്. 4. നിങ്ങൾ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട തീരുമാനത്തിന്റെ മുന്നിൽ നിൽക്കുകയാണോ? ഒരു പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ്. ഏതു വഴി പോകണം എന്ന ആശയക്കുഴപ്പം. ഇത് 4ാം സൂചനയാണ്. ഈ ആശയക്കുഴപ്പം ഒരു ദൗർബല്യമല്ല. ഇത് ഒരു വഴിത്തിരിവിന്റെ അടയാളമാണ്. ഈ ഘട്ടത്തിൽ നിങ്ങൾ ഉൾഞ്ഞരമ്പ് ശ്രദ്ധിക്കൂ. മനസ്സ് പറയുന്നത് ശ്രദ്ധിക്കൂ. ആ ഉൾവിളി, ആ ഗട്ട് ഫീലിംഗ്, അത് ഒരിക്കലും തെറ്റില്ല. ഗ്രഹങ്ങൾ നിങ്ങളെ നേർവഴി കാണിക്കുകയാണ്. 5. നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ പണത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയോ ഒരു ആലോചനയോ ഉണ്ടായോ? ഒരു ജോലി ഓഫ്, ഒരു ബിസിനസ് ആശയം,
ഒരു നിക്ഷേപ ചർച്ച, ഒരു ലോൺ അനുമതി. ഇത് 5-ാം സൂചനയാണ്. ഇത് ധനഭാഗ്യം ഉണർന്നു തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ അടയാളമാണ്. ഈ ചർച്ചകൾ ഫലം ഉള്ളതാകും. ഈ ആലോചനകൾ ഒരു നല്ല ദിശയിൽ പോകും. ഈ സൂചനകൾ കണ്ടാൽ ഉടൻ ആക്ഷൻ എടുക്കൂ. ഈ സമയം വെറുതെ കളയരുത്. 6. ആരോഗ്യകാര്യത്തിൽ ഒരു ആശ്വാസം തോന്നുന്നുണ്ടോ? ഏറെ നാളായി ഉണ്ടായിരുന്ന ഒരു പ്രശ്നം ഒരു പരിഹാരം കാണുന്നതായി തോന്നുന്നുണ്ടോ? ഒരു ഡോക്ടർ ഒരു നല്ല വാർത്ത പറഞ്ഞോ? ഒരു ചികിത്സ ഫലം ചെയ്തു തുടങ്ങിയോ? ഇത് 6-ാം സൂചനയാണ്. ആരോഗ്യം ഒരു ഉണർവ് ലഭിക്കാൻ പോകുന്നു. ഈരം ഒരു ശക്തി കണ്ടെത്താൻ പോകുന്നു. ഈ ഉണർവ് ഒരു നല്ല ജീവിതത്തിന്റെ ആരംഭമാണ്. ഇതിനെ ദൈവത്തിന്റെ അനുഗ്രഹമായി കണ്ട് കൃതജ്ഞത അർപ്പിക്കൂ. 7. ഈ ദിവസങ്ങളിൽ ഒരു ക്ഷേത്ര ദർശനമോ ഒരു പ്രാർത്ഥനയോ ഒരു ദൈവഭക്തിയുടെ വികാരമോ മനസ്സിൽ ഉണ്ടായോ? ഒരു ദൈവസ്മരണ, ഒരു ഭജനം, ഒരു മന്ത്രജപം. ഇത് 7-ാം സൂചനയാണ്. ഇത് ഏറ്റവും ശക്തമായ സൂചനയാണ്. ദൈവം നിങ്ങളെ തന്റെ അടുത്തേക്ക് വിളിക്കുകയാണ്. ഈ വിളി അവഗണിക്കരുത്. ഈ ഭക്തി വർദ്ധിപ്പിക്കൂ. ഈ ആധ്യാത്മിക ഊർജം നിങ്ങളുടെ ഭൗതിക ജീവിതത്തിലും ഒരു വലിയ മാറ്റം ഉണ്ടാക്കും. ദൈവവും നക്ഷത്രങ്ങളും ഒരുമിച്ച് നിങ്ങൾക്കു വേണ്ടി ഒരുങ്ങുകയാണ്. ഈ 7 സൂചനകളും ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇതിൽ 1-ഓ 2-ഓ അല്ലെങ്കിൽ ഇതിൽ പലതും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. ഇല്ലേ? അതെ. ഇത് ഒരു ദൈവിക ഒരുക്കമാണ്. ഇത് ഒരു ജ്യോതിഷ നിർദ്ദേശമാണ്. ഇത് ആകാശം നിങ്ങൾക്ക് അയക്കുന്ന ഒരു കത്താണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു വളരെ ഗുരുതരമായ കാര്യമാണ്. ശ്രദ്ധിക്കൂ. ഇത് 150 ആണ്ടുകൾക്ക് ശേഷം ആദ്യമായി സംഭവിക്കുന്ന ഒരു ഗ്രഹസംഗമമാണ്. ഈ ഒരു ഗ്രഹ ഊർജം ഇതിനു മുൻപ് ഒരു തലമുറ അനുഭവിച്ചിട്ടില്ല. ഒരിക്കൽ ഒരു ജ്യോതിഷ ഗ്രന്ഥത്തിൽ ഇത്തരം ഒരു ഗ്രഹസ്ഥിതിയെക്കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഈ നിലയിൽ ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ ഭൂമിയിൽ അനേകർക്ക് ഒരേ സമയം ഭാഗ്യോദയം ഉണ്ടാകും. ഒരേ സമയം ഒരു വലിയ ഒഴുക്ക് ആരംഭിക്കും. ഒരേ സമയം ഒരു വലിയ കൊടുങ്കാറ്റ് ശാന്തമാകും. ഈ കൊടുങ്കാറ്റ് ശാന്തമാകാൻ പോകുന്ന ആ ഭാഗ്യം ലഭിക്കുന്നവരിൽ മേഷം രാശിക്കാറുണ്ട്. നിങ്ങൾ ഉണ്ട്. 100% ഇത് നടക്കും. ഇത് ഒരു വാഗ്ദാനമല്ല. ഇത് ഒരു ഗ്രഹസത്യമാണ്. ഇനി അടുത്ത 7 ദിവസങ്ങളെക്കുറിച്ച് ഞാൻ പറയണം. ഇത് ഒരുപക്ഷേ ഈ വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 7 ദിവസങ്ങൾ ആകും. ആദ്യ ഘട്ടം. ഈ ദിവസങ്ങളിൽ ഒരു തൊഴിൽ ബന്ധപ്പെട്ട ഒരു നല്ല വാർത്ത വരാൻ പോകുന്നു. ഇതുവരെ കാത്തിരുന്ന ആ ഫോൺ വരും. ആ ഇമെയിൽ വരും. ആ ഇന്റർവ്യൂ ഫലം വരും. ആ ബോസ് നിങ്ങൾക്ക് ഒരു നല്ല കാര്യം പറയും. ഈ ആദ്യ ഘട്ടം ഒരു വഴിത്തിരിവ് ആകും. ഇത് ഒരു ചെറിയ കാര്യം ആകാം. പക്ഷേ ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വലിയ അവസരം ഉണ്ട്. ആ അവസരം തിരിച്ചറിയൂ. ഒരിക്കലും അത് നഷ്ടപ്പെടുത്തരുത്. 2-ാം ഘട്ടം. ബന്ധങ്ങളിൽ ഒരു സ്നേഹ ഒഴുക്ക് ആരംഭിക്കും. ഒരു ഭാര്യ ഭർത്താവ് ബന്ധത്തിൽ ഒരു ഊഷ്മളത കൂടും. ഒരു പ്രണയബന്ധത്തിൽ ഒരു പ്രതീക്ഷ ഉദിക്കും. ഒരു കൂട്ടുകെട്ടിൽ ഒരു ഉറപ്പുണ്ടാകും. ചിലർക്ക് ഒരു വിവാഹ ആലോചന ഒരു നല്ല ദിശയിൽ പോകും. ചിലർക്ക് ദീർഘകാലം മുടങ്ങിക്കിടന്ന ഒരു ബന്ധം ശരിയാകും. ഈ 2-ാം ഘട്ടം ഒരു സ്നേഹ ഊർജം നൽകും. ഈ ഊർജം ജീവിതത്തിൽ ഒരു ആനന്ദം നൽകും. ഒരു ഉൾക്കരുത്ത് നൽകും. 3-ാം ഘട്ടം. ഏറ്റവും ശക്തമായ ഘട്ടം. ഈ ഘട്ടത്തിൽ ഒരു പ്രതീക്ഷിക്കാത്ത ഒരു ധനലഭ്യം ഉണ്ടാകും. ഒരു കടം തിരിച്ചു കിട്ടും. ഒരു ലോൺ ക്ലിയർ ആകും. ഒരു ബോണസ് വരും. ഒരു ബിസിനസ് ഡീൽ ഒപ്പിടും. ഒരു നിക്ഷേപം ലാഭം നൽകും. ഈ ഒരു ധന ഊർജം ഈ 7 ദിവസത്തിനുള്ളിൽ ഒരു തരംഗം ഉണ്ടാക്കും. ഇത് ഒരു ആരംഭമാണ്. ഇതിൽ നിന്ന് ഒരു വലിയ ധനഭാഗ്യം ആരംഭിക്കും. ഇതിൽ നിന്ന് ഒരു വലിയ ജീവിതമാറ്റം ആരംഭിക്കും. ഇനി തൊഴിൽ കാര്യം നോക്കാം. മേഷം രാശിക്കാർക്ക് ഈ ഘട്ടത്തിൽ തൊഴിൽ ക്ഷേത്രത്തിൽ ഒരു അഗ്നിജ്വാല ആളി ഉയരാൻ പോകുകയാണ്. ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങൾ ഇനി ഫലം നൽകും. ഉദ്യോഗക്ഷേത്രത്തിൽ ഒരു ഉന്നതി ഉണ്ടാകും. ഒരു തസ്തിക ഉയരൽ, ഒരു ശമ്പള വർധൻ, ഒരു ആദരവ്, ഒരു അംഗീകാരം. ഇതൊക്കെ ഈ ഘട്ടത്തിൽ ലഭ്യമാകും. ബിസിനസ് ചെയ്യുന്നവർക്ക് ഒരു നല്ല ഘട്ടം ആരംഭിക്കുകയാണ്. ഒരു പുതിയ ഉടമ്പടി, ഒരു പുതിയ പങ്കാളി, ഒരു പുതിയ ഉൽപ്പന്നം, ഒരു പുതിയ വിപണി. ഇതൊക്കെ ഈ സമയത്ത് ലഭ്യമാകും. ഈ അവസരം 2 കൈ നീട്ടി സ്വീകരിക്കൂ. വിദ്യാഭ്യാസ ക്ഷേത്രത്തിൽ പഠനത്തിൽ ഒരു ഉണർവ് ഉണ്ടാകും. ഒരു പരീക്ഷ ഫലം നല്ലതാകും. ഒരു സ്കോളർഷിപ്പ് ലഭിക്കും. ഒരു അഡ്മിഷൻ ആകും. ഒരു കോഴ്സ് ആരംഭിക്കും. ഈ ഘട്ടം വിദ്യാർത്ഥികൾക്ക് ഒരു വലിയ ഊർജ്ജദായകമായ ഘട്ടമാണ്. കഠിനമായ ഈ ഘട്ടം അതിജീവിക്കൂ. ഈ ഘട്ടം കഴിഞ്ഞ ഒരു വലിയ ഉജ്ജ്വല ഭവിഷ്യൽ കാത്തിരിക്കുന്നുണ്ട്. വിദേശകാര്യത്തിൽ ഒരു നല്ല ഘട്ടം ആരംഭിക്കുകയാണ്. വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഒരു നല്ല വഴി തുറക്കും. ഒരു വിസ ആകും. ഒരു ഇന്റർവ്യൂ ക്ഷണം വരും. ഒരു റഫറൻസ് ലഭിക്കും. ഇതൊക്കെ ഈ ഘട്ടത്തിൽ ലഭ്യമാകും. വിദേശത്ത് ഇരിക്കുന്നവർക്ക് ഒരു ഉദ്യോഗ ഉന്നതി ഉണ്ടാകും. ഒരു ശമ്പള വർധന ഉണ്ടാകും. ഒരു ദേശമാറ്റം ഉണ്ടാകും. ഈ ഊർജം ഉപയോഗപ്പെടുത്തൂ. ആധ്യാത്മിക ക്ഷേത്രത്തിൽ ഒരു ഉണർവ് ആരംഭിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഒരു ക്ഷേത്ര ദർശനം ഏറെ ഫലദായകമാകും. ഒരു വ്രതം ഏറ്റെടുക്കൂ. ഒരു ദൈവസ്മരണ ശീലമാക്കൂ. ഈ ഭക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഒഴുക്ക് ആരംഭിക്കും. ഒരു ദൈവിക ഊർജം ആഗോളിക്കും.
ഒരു ആത്മശക്തി ലഭ്യമാകും. ഈ ശക്തി ഒരു ഭൗതിക ലോകത്തിലും ഒരു ആധ്യാത്മിക ലോകത്തിലും നിങ്ങളെ ഒരു ഉന്നതിയിൽ എത്തിക്കും. ഇനി പരിഹാരങ്ങൾ. ഈ ഘട്ടത്തിൽ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യൂ. 1. ചൊവ്വ ദേവനെ ഭജിക്കൂ. ചൊവ്വ ഭഗവാൻ നിങ്ങളുടെ ആധിപതി ദേവൻ ആണ്. അദ്ദേഹത്തിന്റെ ആരാധന ഒരു ശക്തി നൽകും. 2. ചുവന്ന നിറം ധരിക്കൂ. ഈ ഘട്ടത്തിൽ ചുവന്ന നിറം ഒരു ഊർജ്ജദായകമാണ്. 3. ദിവസവും ഒരു ഹനുമൽ ഭജനം ചൊല്ലൂ. 4. ഒരു ദേഹദാനം ചെയ്യൂ. ഒരു പക്ഷിക്ക് ഒരു ധാന്യം നൽകൂ. ഒരു ദേഹദൃഷ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഭക്ഷണം നൽകൂ. ഈ ദാനം നിങ്ങളുടെ ഭാഗ്യം ഇരട്ടിക്കും. 5. ഓം ഭൂം ഭൗമായ നമ എന്ന മന്ത്രം 108 തവണ ജപിക്കൂ. ഈ ചെറിയ മന്ത്രം ഒരു വലിയ ഒഴുക്ക് ആരംഭിക്കും. ഒരു വലിയ ഭാഗ്യദ്വാരം തുറക്കും. ഇനി അടുത്ത 15 ദിവസങ്ങളും 30 ദിവസങ്ങളും ഒന്ന് ആലോചിക്കൂ. ഈ സമയം ഒരു ഉയർച്ചയുടെ ഘട്ടമാണ്. ഈ സമയം ഒരു നേട്ടങ്ങളുടെ ഘട്ടമാണ്. ഈ സമയം ഒരു ഭൂതകാലത്തിന്റെ ഭാരം ഇറക്കിവെക്കുന്ന ഘട്ടമാണ്. ഈ നേരം ഒരു പുതിയ ഊർജ്ജം ആഗ്രഹിക്കൂ. ഈ നേരം ഒരു പുതിയ ലക്ഷ്യം സ്ഥാപിക്കൂ. ഈ ഘട്ടം ഒരു ഉറക്കം ഉണർന്ന് ഉയരുന്ന ഘട്ടമാണ്. ഈ ഘട്ടം ഒരു ജീവിതം പുതുക്കുന്ന ഘട്ടമാണ്. ഒരു കാര്യം ഞാൻ ഉറക്കെ പറയാം. മേഷം രാശിക്കാർ ഒരിക്കലും ദുർബലരല്ല. അഗ്നി ഉള്ളിൽ ജ്വലിക്കുന്ന ഒരു ജനതയാണ് നിങ്ങൾ. ഒരു ബുദ്ധിമുട്ടിലും നിങ്ങൾ ഒടിഞ്ഞു വീണിട്ടില്ല. ഒരു കഷ്ടകാലത്തിലും നിങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ഇരുട്ടിലും നിങ്ങൾ ഒരു ജ്വാല ആയി കത്തിനിന്നിട്ടുണ്ട്. ആ ധൈര്യം നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുത്. ഈ ഘട്ടം ഒരു ആകാശം, ഒരു ഭൂമി, ഒരു ജലം, ഒരു വായു ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുന്ന ഘട്ടമാണ്. ഈ ബ്രഹ്മാണ്ഡ ഊർജ്ജം നിങ്ങൾക്ക് ഒരു ഉദ്ദേശ്യത്തോടെ ലഭ്യമാകുകയാണ്. ആ ഉദ്ദേശ്യം നിറവേറ്റൂ. ആ ജീവിതം ജീവിക്കൂ. ആ ഭാഗ്യം ഏറ്റെടുക്കൂ. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഒരു പുതിയ ഭവിഷ്യൽ ഒരുക്കുകയാണ്. ഈ ഭവിഷ്യൽ നിങ്ങൾ ഒരിക്കലും സ്വപ്നം കണ്ടതിലും ഉജ്ജ്വലമായ ഒന്നാണ്. ഈ ഭാഗ്യം ഏറ്റെടുക്കൂ. ഈ അനുഗ്രഹം ആഗ്രഹിക്കൂ. ഈ ഊർജ്ജം ഉൾക്കൊള്ളൂ. നിങ്ങൾ ശ്രേഷ്ഠരാണ്. നിങ്ങൾ അർഹരാണ്. നിങ്ങളുടെ ഭാഗ്യം ഇനി ഒരു ഒഴുക്ക് ആരംഭിക്കും. ആ ഒഴുക്ക് ഒരിക്കലും നിൽക്കില്ല. ആ ഒഴുക്ക് ഒരു നദിയാകും. ആ നദി ഒരു ജീവിതം ആകും. ആ ജീവിതം ഒരു ആനന്ദ ആകും. ദൈവ അനുഗ്രഹം നിങ്ങൾക്ക് ഒരിക്കലും ഇല്ലാതാകില്ല. ഈ ഘട്ടം കഴിഞ്ഞ് ഒരു പുതിയ ഉദ്ദേശ്യ ഊർജ്ജം ആരംഭിക്കും. ആ ഊർജ്ജത്തെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തും. ആ വെളിപ്പെടുത്തൽ നിങ്ങളുടെ ഭവിഷ്യൽ ഒരിക്കൽ കൂടി ഒരു ഉൾക്കരുത്തോടെ ഉണർത്തും. അത് കാണൂ. ആ വീഡിയോ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഈ ചാനൽ ഒരു ആധ്യാത്മിക ഊർജ്ജ കേന്ദ്രമാണ്. ഇവിടെ ഒരു ഭക്തി ഒഴുകുകയാണ്. ഈ ഒഴുക്കിൽ നിങ്ങളും ഒരു ഭാഗമാകൂ. ഒരുമിച്ച് ഈ ഭാഗ്യ ഊർജ്ജം ആഗ്രഹിക്കൂ. ഒരുമിച്ച് ഒരു ഉജ്ജ്വല ജീവിതം ജീവിക്കൂ. ദൈവം നിങ്ങൾക്ക് ഒരു 100 ഗുണം നൽകട്ടെ. ദൈവ അനുഗ്രഹം നിങ്ങൾക്ക് ഒരിക്കലും ഒഴിഞ്ഞു പോകാതിരിക്കട്ടെ. നന്ദി.